ഇന്ന് നമ്മൾ നോക്കാൻ പോണ ടൂളുകൾ 5 ടൂളുകളാണ്. ഇതിന് ഫോട്ടോഷോപ്പിന്റെ അകത്ത് യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ യൂസ് ഉണ്ട്. നമ്മൾ ഒരു പരിധി വരെ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. എന്നാൽ ഇതൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളും അല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് തോന്നുന്നു. ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലൊട്ട് നമുക്കതൊരു സ്പെഷ്യൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാനും പറ്റില്ലാത്ത 5 ടൂളുകളെ കുറിച്ചാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യത്തെ ടൂളാണ് ഐഡ്രോപ്പർ ടൂൾ എന്ന് പറയും. ഓക്കെ, ഐഡ്രോപ്പർ ടൂളിലോട്ട് വരുമ്പോഴത്തേനും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ കളർ സെലക്ട് ചെയ്യുന്ന സമയത്ത് കളർ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് ഐഡ്രോപ്പർ ടൂൾ എന്ന് പറയുന്നത്. കളർ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് ആക്റ്റീവ് ആവുന്നുണ്ട്. എങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഐഡ്രോപ്പർ ടൂൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കളറാണോ നമുക്ക് ആവശ്യമുള്ളത് അത് നമുക്ക് അതിൻ്റെ ഒരു ബേസ് നമുക്ക് കിട്ടിയ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാമ്പിൾ നമുക്ക് കിട്ടിയാൽ അത് കറക്റ്റായിട്ട് പിക്ക് ചെയ്ത് നമുക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഐഡ്രോപ്പർ ടൂൾ യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നോർമലി കാണുമ്പോൾ ഒരു ഗ്രീൻ കളർ ആയിരിക്കും കാണുന്നത്. പക്ഷെ നമ്മൾ ആ ഒരു ഗ്രീൻ ഉദ്ദേശിച്ച് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേനും എന്തായിരിക്കും, ആ ഒരു കളർ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഐഡ്രോപ്പർ ടൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഐഡ്രോപ്പർ ടൂള്. എങ്കിലും അതൊരു ടൂളായിട്ട് തന്നെ നമുക്ക് കിടപ്പുണ്ട്. അപ്പം കളർ എന്ന് പറയുന്ന സംഭവം ഫോട്ടോഷോപ്പിൽ അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ ബ്രാൻഡിങ് അല്ലെങ്കിൽ ലോഗോ ഡിസൈൻ എന്തുമായിക്കോട്ടെ, ഈവൻ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പോലും നമ്മൾ കളറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, കളർ തിയറി ഒക്കെ നമുക്ക് പിന്നീട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ക്ലാസ്സുകൾ വരും. ഓക്കെ, അപ്പൊ നമ്മൾ കളറിന് ഇമ്പോർട്ടൻ്റ് ഉള്ളത് കൊണ്ട് കളർ പിക്ക് ചെയ്യുന്ന ഈ ടൂളിലും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമ്മൾ നേരിട്ട് എടുക്കുന്നൊന്നും ഇല്ലെങ്കിൽ പോലും അത് യൂസ്ഡ് ആയിട്ടുള്ള സാധനം തന്നെയാണ്. ഓക്കെ, അടുത്ത ടൂളാണ് എന്തെന്ന് പറയുന്നത്. അടുത്ത ടൂള് നമുക്ക് അതിൻ്റെ അകത്ത് 4 ടൂളുകൾ തന്നെ കിടപ്പുണ്ട്. 3D മെറ്റീരിയൽ ഐഡ്രോപ്പർ ടൂളാണ്. അത് നമ്മൾ നോർമലി ഒരു 3D ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളത് പൊതുവെ യൂസ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കാം. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ടൂൾ കൂടെ ഉണ്ട്, കളർ സാമ്പിളർ ടൂൾ. ഞാൻ പറഞ്ഞു ഗ്രാഫിക് ഡിസൈനേഴ്സിനെ സംബന്ധിച്ച് കളർ സാമ്പിളർ ടൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതില് നമ്മൾ RGB CMYK എന്നുള്ള കളർ മോഡുകൾ പഠിച്ചിട്ടുണ്ട്. നമ്മളിപ്പം ആക്യുറേറ്റ് കളർ എടുക്കണമെങ്കിൽ അതിന്റെ റേഷ്യോ, അതിന്റെ എത്ര ഇതാണോ എന്നുള്ളത് നമ്മൾ കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ കളർ സാമ്പിൾ ടൂൾ യൂസ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഏതെങ്കിലും ഒരു ഇമേജ് എടുക്കുമ്പോൾ ആ ഇമേജിന്റെ കറക്റ്റ് കളർ സെലക്ട് ചെയ്യുമ്പോഴത്തേനും ആ കളറിന്റെ RGBയിലുള്ള റേഷ്യോ എത്രയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് വിസിബിൾ ആയിരിക്കും. അപ്പൊ ആ കളർ നമുക്ക് എവിടെ കൊടുത്താലും പ്രോപ്പർ ആയിട്ട് കളറിനെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്കത് ഞാൻ പറഞ്ഞില്ലേ, ഇമ്പോർട്ടൻ്റ് ആണ് എങ്കിൽ പോലും നമ്മൾ അധികം യൂസ് ചെയ്യാത്തൊരു സാധനവുമാണ്. ഇപ്പൊ നമ്മൾ ബ്രാൻഡിങ്ങിന്റെ ഒക്കെ സമയത്ത് നമുക്കറിയാം, കോർപ്പറേറ്റ് ഐഡന്റിറ്റി അല്ലെങ്കിൽ ബ്രാൻഡ് ഐഡന്റിറ്റി നമ്മൾ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും കളർ പാലറ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മുടെ ലോഗോ ഡിസൈനിങ് ഒക്കെ കൊടുക്കുമ്പോൾ ലോഗോയ്ക്ക് ഇത് ഇന്ന കളർ എന്നൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ആ ഒരു സംഭവമാണ് കളർ സാമ്പിളർ ടൂൾ നമ്മൾ എടുക്കുന്നത്. കറക്റ്റ് കളറിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കളർ സാമ്പിളർ ടൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് വരുന്നത് റൂളർ ടൂൾ ആണ്. റൂളർ ടൂളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റൂളർ ടൂള് അല്ലെങ്കിൽ നമുക്ക് അതിന്റെ മെഷർ ടൂൾ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വിഡ്ത്തോ ഹൈറ്റോ എത്രയാണെന്ന് നമുക്ക് കറക്റ്റ് വിസിബിൾ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൂളർ ടൂൾ യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇൻഫർമേഷൻ പാനൽ നമുക്ക് അവിടെ വിസിബിൾ ആവും. അപ്പൊ നമുക്ക് അതിൻ്റെ അകത്ത് ഇപ്പൊ നമ്മൾ കളർ സാമ്പിളർ ടൂൾ ഉപയോഗിച്ച് കളറിന്റെ റേഷ്യോ കണ്ടെത്തിയത് പോലെ തന്നെ നമുക്ക് അതിന്റെ വിഡ്ത്ത് ഹൈറ്റും എത്രയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. ക്ലിക്ക് ചെയ്തൊന്ന് കൊടുത്താൽ മതി, അപ്പൊ തന്നെ നമുക്ക് അതിന്റെ വരും. ഇനി നമ്മളിങ്ങനെ കൊടുക്കുന്ന സമയത്ത് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള റേഷ്യോ കൊടുക്കുന്ന ഒരു വിൻഡോ കണ്ടില്ല എങ്കിൽ നമുക്ക് ഇതിന്റെ അകത്ത് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇപ്പൊ ടൂൾ ബോക്സ്, അതുപോലെ തന്നെ കൺട്രോൾ പാനല്, ലെയേഴ്സ്, ഇതൊന്നും കണ്ടില്ല എങ്കിൽ നമുക്ക് വിൻഡോയിൽ പോയി ആക്റ്റീവ് ആക്കി കൊടുക്കാനായിട്ട് പറ്റും. വിൻഡോയിൽ പോയി കഴിഞ്ഞാൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഓപ്പൺ ആക്കി കഴിയുമ്പോഴത്തേനും നമുക്ക് എന്ത് കിട്ടും, ഇൻഫോ. F8 ആണ് അതിന്റെ ഷോർട്ട് കീ വരുന്നത്. F8 കൊടുത്തു കഴിയുമ്പോഴത്തേനും നമുക്ക് ഇൻഫോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആക്റ്റീവ് ആയിട്ട് വരും. ആ ഒരു പാനൽ അവിടെ കിടപ്പുണ്ട്. ജസ്റ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് ഈ ഒരു വിൻഡോ ഇവിടെ പൊക്കത്ത് ആക്റ്റീവായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് വരുന്നത്. ഓക്കെ, റൂളർ ടൂള് എന്താണെന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് വരുന്നതാണ് നമുക്ക് നോട്ട് ടൂൾ എന്ന് പറയും. നോട്ട് ടൂളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം എന്തെങ്കിലും ഒരു ജസ്റ്റ് ഒരു ഇന്റിമേഷൻസ് കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് അവിടെ ക്ലിക്ക് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് അത് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ അകത്ത് ഇപ്പം എന്തെങ്കിലും കളറിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയൊരു വർക്ക്
അല്ലെങ്കിൽ ഇന്നൊരു ചേഞ്ച് വരുത്തണമെന്ന് നമുക്കൊരു ഇൻഫർമേഷൻ അവിടെ കൊടുത്തിടണമെങ്കിൽ അവിടെ നോട്ട് ടൂൾ കൊടുത്താൽ മതി. അത് ഓപ്പൺ ആകുമ്പോഴത്തേനും അവിടെ നമുക്ക് കാണാനും പറ്റും. അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇതൊന്നും ഒരു വിസിബിൾ ആയിട്ട് വരുന്ന സംഭവങ്ങളല്ല. നമുക്ക് നമ്മുടെ വർക്കിനെ കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട്, കുറച്ചുകൂടെ നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളതൊക്കെ യൂസ് ചെയ്യുന്നത്. അത് എല്ലാവരും യൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ചെയ്യുന്നതല്ല, പക്ഷെ പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത ടൂൾ വരുന്നതാണ് കൗണ്ട് ടൂൾ എന്ന് പറയും. കൗണ്ട് ടൂളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു പോസ്റ്ററോ അല്ലെങ്കിൽ എന്ത് സാധനം ആയിക്കോട്ടെ, പോസ്റ്ററോ ബ്രോഷറോ എന്തും ആയിക്കോട്ടെ, അപ്പൊ നമ്മൾ അതിൻ്റെ അകത്ത് എത്രയധികം ഒബ്ജക്റ്റുകൾ ഉണ്ടെന്നുള്ളത് നമ്മൾ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കൗണ്ട് ടൂൾ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നിനും ഓരോന്നായിട്ട് കൗണ്ട് ചെയ്ത് നമുക്ക് എത്രയുണ്ടെന്ന് നമുക്ക് അതിന് കാണാനായിട്ട് പറ്റും. ഇപ്പൊ നമുക്കൊരു ഇപ്പം പോസ്റ്ററാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ പോസ്റ്ററിൽ ഇമേജ് ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, ഷേപ്പ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഓരോ കൗണ്ട് ചെയ്ത് നമുക്ക് വെക്കാനായിട്ട് പറ്റും. ഇപ്പൊ ടോട്ടൽ നമുക്ക് ഈ ഒരു 5 ടൂളുകളെ കുറിച്ച് പറയുമ്പോഴത്തേനും 5 ടൂളുകളാണ് മെയിൻ ആയിട്ട്. അതിൻ്റെ അകത്ത് 3D മെറ്റീരിയൽ ഒഴികെ അതുകൂടെ കൂട്ടുമ്പോൾ 6 ഉണ്ട്. പക്ഷെ ഈ 5 ടൂളുകളാണ് മെയിൻ ആയിട്ടുള്ളത്. നമ്മൾ പറയാതെ തന്നെ യൂസ് ചെയ്തൊരു സംഭവമാണ്, എങ്കിലും അതങ്ങനെ ഒരു ടൂളായിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.